അല്ലാഹുവിന്റെ ഏത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ജിന്നും മനുഷ്യരെ നിങ്ങൾ നിഷേധിക്കുന്നത്? ഏതാ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുക? ഞങ്ങൾ നിഷേധിക്കുന്നില്ല റബ്ബേ എന്ന് പറയണം അല്ലേ? ലാ ബിശൈഇൻ ബിനിഅമതിക റബ്ബനാ നുകദ്ദിബ് വലക്കൽ ഹംദ്. നിനക്കാണ് സ്തുതി പടച്ചോനെ. 8 മഹത്തരമായ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഖലഖൽ ഇൻസാന മിൻ സുൽസാലിൻ കൽ ഫഖാർ ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. എന്താണതൊക്കെ? മനുഷ്യൻ അല്ലാഹു തആല ഫ്രം ദ ക്ലേ അല്ലേ, മുട്ടിയാൽ ഒച്ച വരുന്ന ഉണങ്ങിയ കളിമണ്ണിന്റെ കഷ്ണത്തിൽ നിന്ന് കളിമണ്ണ് കൊണ്ട് അല്ലാഹു മനുഷ്യനെ പടച്ചു. ജിന്നിനെ പടച്ചു മിൻ മാരിജിൻ മിൻ നാർ, തീനാളം കൊണ്ട് പടച്ചു. ഈ പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ ഇക്റാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ പറയാൻ. അപ്പൊ റഹ്മാന്റെ ജലാലിയത്തിന്റെ 8 കഴിഞ്ഞു. ഇനി അള്ളാഹുവിന്റെ ഇക്റാമിന്റെ 8 ഇനി കാണാൻ പറ്റും. അങ്ങനെ ഈ 8 പറഞ്ഞതിന്റെ ശേഷം 8 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ആശയം തഫ്സീർ പറയാം. അപ്പോഴേക്ക് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ റഹ്മാനു അല്ലമൽ ഖുർആൻ ആ 2 ആയത്തുകളാണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ദീർഘമായ ചർച്ചകൾ ഇപ്പൊ നടത്തുന്നില്ല. പക്ഷെ ഏതാനും ചില സൂചനകൾ തരാൻ. കളിമണ്ണുകൊണ്ട് പടച്ച ഈ മനുഷ്യനാണ് ചിന്തിക്കുന്നത്, ഈ മനുഷ്യനാണ് നിവർന്ന് നടക്കുന്നത്, ഈ മനുഷ്യനാണ് കണ്ണുള്ളത്, ഈ മനുഷ്യനാണ് മാംസം കഴിച്ചാൽ ദഹിപ്പിക്കാൻ കഴിയുന്ന ആമാശയമുള്ളത്. അവന്റെ ആമാശയം ഒരു മാംസകഷ്ണം തന്നെ. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യനാണ് തലച്ചോറ് കൊടുത്തത് കളിമണ്ണിൽ നിന്നാണ് അല്ലെ? ജിന്നുകളെ പടച്ചു സ്മോക്ക്ലെസ് ഫ്ലെയിംസ് ഓഫ് ഫയർ. തീയിന്റെ സ്മോക്കില്ലാത്ത ഫ്ലെയിമിൽ നിന്നാണ് ജിന്നിനെ പടച്ചത് അല്ലെ? തൊട്ടാൽ ചൂട് തോന്നും, ജിന്നിനെ തൊട്ടാൽ ചൂട് തോന്നില്ല. തീനാളം കാണുന്നവയാണ്, പക്ഷെ ജിന്നിനെ കാണാൻ പറ്റുന്നില്ല. അവർക്ക് നമ്മെ കാണാം. മിൻ ഹൈതു ലാ തറൗനഹും. ഇതൊക്കെ തീനാളം കൊണ്ട് പടച്ച അല്ലാഹു. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 2 ഉദയസ്ഥാനങ്ങളും 2 അസ്തമയവും 2 ഉദയവും. അത് സൂര്യനെ പറ്റി തന്നെ പറയാം. സൂര്യനും ചന്ദ്രനും അസ്തമയമുണ്ടെന്നും 2നും ഉദയമുണ്ടെന്നും സ്ഥാപിക്കാനും ഈ ആയത്ത് തന്നെ മതി. ഇരിക്കട്ടെ. മറജൽ ബഹറൈനി യൽതഖിയാൻ. 2 സമുദ്രങ്ങളെ എന്ന് പറഞ്ഞാൽ സമുദ്രത്തെയും ശുദ്ധജലമൊഴുകുന്ന നദിയെയും അല്ലാഹു കൂട്ടിയോജിപ്പിച്ചില്ലേ? ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അത് രണ്ടും ഒന്ന് മറ്റൊന്നിലേക്ക് കലരുന്നില്ല. ശുദ്ധജലം ശുദ്ധജലമായിട്ടും ഉപ്പുജലമായിട്ടും കിടക്കുന്നു. അത് യോജിക്കുന്നിടത്ത് പോലും രണ്ടും മിക്സ് ആവുന്നില്ല. അതിന്റെ ഇടക്ക് അല്ലാഹു അൺസീൻ ബാരിയർ, അല്ലാഹു ഒരു മറ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ റബ്ബിന്റെ നിഅമത്ത്. ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ലതായിഫുകളാണ്, വളരെ മൈന്യൂട്ട് റബ്ബിന്റെ റഹ്മത്തുകളാണ്, ഇക്റാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നിങ്ങൾക്ക് അനുഗ്രഹത്തിനാണ് ഇതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. മുത്തുകളും പവിഴങ്ങളും അല്ലാഹു തന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അത് അലങ്കാരമാണ്. നിങ്ങൾക്ക് മാല അണിയണം, നിങ്ങൾക്ക് ആഭരണങ്ങൾ അണിയണം. ഇതൊക്കെ ഇക്റാം, ഔദാര്യം ചെയ്യുന്നവരായി ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു നേരം തിന്നാനുള്ള ഭക്ഷണം തന്നാ പോരെ, വെള്ളം തന്നാ പോരെ? അല്ല, ഫാക്കിഹത്തൻ വ അബ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾ തന്നില്ലയോ അല്ലേ? സുബ്ഹാനല്ലാഹ്. ഫീഹാ ഫാക്കിഹത്തുൻ വന്നഖ്ലു ദാത്തുൽ അക്മാം. തിന്നാനുള്ള ഗോതമ്പും അരിയും തന്നില്ല എന്നല്ല, നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾ തന്നില്ല. ഇതൊക്കെ കാരുണ്യവാന്റെ വിശേഷണമാണ്. എന്റെ ഭക്ഷണത്തിന് പുറമെ ഒരു ടേസ്റ്റിന് കടന്നോട്ടെ. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നില്ലേ ഭക്ഷണത്തിന്റെ ശേഷം? പഴം കഴിക്കാൻ, പഴം കഴിച്ചിട്ടേ മാംസം കഴിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്. ഇൻഷാ അല്ലാഹ് വഴി വരുന്നുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ആദ്യം കഴിക്കണം എന്നാ, പിന്നെയാണ് നമ്മുടെ മെയിൻ കോഴ്സ് അല്ലെ? എന്തൊക്കെയാണ് അപ്പറ്റൈസർ, മെയിൻ കോഴ്സ്, പിന്നെ പോസ്റ്റ് മെയിൻ കോഴ്സ് ഇൻഷാ അല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ റഹ്മാനിയത്തെ വിശദീകരിക്കാൻ ഇവിടെയൊക്കെ പഴങ്ങൾ തന്നില്ലേ എന്ന് പല ഇനത്തിലുള്ള പഴങ്ങൾ, അതൊക്കെ ഓരോന്നോരോന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പഠിക്കണം. ഇത് നിങ്ങൾക്ക് മുത്തുകളെ തന്നില്ലേ? യഖ്റുജു മിൻഹുമാ. 2ൽ നിന്നുമാണ് മുത്ത്. മുത്തെന്ന് പറയുന്നത് ആ ചിപ്പിയിലേക്ക് ശുദ്ധജലം വീണ് ആ ശുദ്ധജലം കടലിന്റെ അടിയിൽ പോയി കിടന്നിട്ടാണ് മുത്തായി മാറുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശുദ്ധജലവും വേണം, ഉപ്പുജലവും വേണം. മിൻഹുമാ എന്നല്ലാതെ ശുദ്ധജലത്തിന് മുത്ത് കിട്ടൂല. പക്ഷെ ശുദ്ധജലവും ഉപ്പുജലവും കൂടുമ്പോൾ അള്ളാഹു മുത്തുണ്ടാക്കി തരുന്നുണ്ട്. യാ അല്ലാഹ്. യഖ്റുജു മിൻഹുമാ ലുഅ്ലുഉ വൽ മർജാൻ
فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام പർവ്വതങ്ങളെ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാകപ്പലുകൾ അത് അല്ലാഹുവിനുള്ളതല്ലേ? കപ്പലൊക്കെ ഔട്ട്ഡേറ്റ് ആയി പോയി എന്ന് പറയാൻ പറ്റില്ല. കപ്പലുകളെ കുറിച്ച് ഒരുപാട് ഖുർആൻ ചർച്ച ചെയ്തു. ഇന്നും കപ്പലില്ലാതെ മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ പറ്റൂല. വിമാനത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സുകൾക്ക് പരിധിയുണ്ട്. ഒരു രാജ്യത്തേക്ക് അല്ലെ ഇവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ, ഇവിടുത്തെ എക്സസ്, ഇവിടുന്ന് നമുക്ക് എക്സ്ട്രാ ആയി കഴിയുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൊണ്ടുപോകാൻ കപ്പൽ വേണം. കൽഅഅ്ലാം, പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു നിൽക്കുന്ന കപ്പൽ. ഇങ്ങനത്തെ കപ്പൽ 1400 കൊല്ലം മുമ്പുണ്ടോ? ലോകത്തുണ്ടോ ഇങ്ങനത്തെ കപ്പൽ? ഇല്ല. അന്ന് ചെറിയ പായക്കപ്പലുകളാണ്. 1800കളിലാണ് ഈ വലിയ മല പോലെ തോന്നുന്ന 30-40 നിലകളുള്ള കപ്പലുകളൊക്കെ കണ്ടെത്താൻ തുടങ്ങിയത്, നിർമ്മിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. പക്ഷെ ഖുർആൻ അത് പറഞ്ഞു. മല പോലെ തോന്നുന്ന, കടലിൽ പർവ്വതം സ്ഥാപിച്ച പോലെ തോന്നുന്ന മഹാകപ്പലുകൾ അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കി തന്നില്ലേ? ആ കപ്പലുകൾക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച സമുദ്രത്തിന്റെ അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രത, ഇതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. കാറ്റും വെള്ളവും ആ സമുദ്രത്തിൽ കിടക്കുന്ന കപ്പലിന്റെ വെയിറ്റും സമുദ്ര ജലത്തിന്റെ വെയിറ്റും ഇതിനൊക്കെ സമാനമായ അളവുകളിൽ എത്തുമ്പോൾ മാത്രമേ ഇതിനൊക്കെ ഫ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കപ്പലില്ലാതെ ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്റെ സാധനങ്ങൾ, സിമെന്റും കല്ലും വലിയ വലിയ ബിൽഡിംഗ് മെറ്റീരിയൽ എല്ലാം കപ്പലിലൂടെയല്ലേ ഷിപ്പ് ചെയ്യുന്നത്. കാർഗോകൾ പോകുന്നത് അധികം കപ്പലല്ലേ? ഫ്ലൈറ്റിൽ പോകുന്ന കാർഗോ എത്ര കുറച്ചുള്ളൂ? ബാക്കിയൊക്കെ കപ്പൽ വഴിയാണ്. സുബ്ഹാനല്ലാഹ്, തീരപ്രദേശങ്ങളില്ലാത്ത രാജ്യങ്ങൾ എത്ര പ്രയാസത്തിലാണ്. വലഹുൽ ജവാരിൽ മുൻശആത ഫിൽ ബഹർ. അതുകൊണ്ട് കപ്പലിനെ സംബന്ധിച്ച് ഖുർആൻ ഒരുപാട് ചർച്ച ചെയ്തു. ഫ്ലൈറ്റുകൾ കണ്ടെത്തപ്പെട്ട ലോകമാണ്, പക്ഷേ കപ്പലില്ലാതെ ജീവിക്കാൻ പറ്റൂല. കപ്പൽ ട്രാൻസ്പോർട്ട്, കാർഗോകൾക്ക് പോലും യാത്ര ചെയ്യാൻ വേറെ. പക്ഷേ നമ്മുടെ കമോഡിറ്റീസ്, ഗുഡ്സുകൾ ക്യാരി ചെയ്യണമെങ്കിൽ കപ്പൽ വേണം. യാ അല്ലാഹ്, വലഹുൽ ജവാരിൽ മുൻശആത ഫിൽ ബഹരി കൽഅഅ്ലാം. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. എല്ലാവരും മരിക്കും. കുല്ലു മൻ എന്ന് പറയാവുന്നവരൊക്കെ, ജീവനുള്ളവരെ സംബന്ധിച്ചാണ് മൻ എന്ന പ്രയോഗം വരിക. അല്ലാത്തവരെ സംബന്ധിച്ച് മാ, കുല്ലു മാ അലൈഹ, ഭൂമിക്ക് മുകളിലുള്ളത് ഇതല്ല. കുല്ലു മൻ അലൈഹ ഫാൻ. നിങ്ങളെ കയ്യിലൊക്കെ മുസാഫ് ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. എന്നാ ഇപ്പൊ പറയുന്ന വേളൊക്കെ ശരിക്കും ഇങ്ങനെ മനസ്സിലാവും. ആയത്തിന്റെ കൂടെ അങ്ങനെ പോകുമ്പോഴേ കുല്ലു മൻ അലൈഹ ഫാൻ, ഭൂമിക്ക് മുകളിലുള്ള ജീവനുള്ള സർവ്വതും മരിക്കും, എല്ലാം ഇല്ലാതാകും. ആരാണ് മരിക്കാത്തത്? വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു ജല്ല ജലാലുഹു അല്ലാത്ത സർവ്വതും മരിക്കും. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. അല്ലാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? അപ്പൊ ചോദ്യം, പടച്ചോനെ മരിക്കുന്നു പറഞ്ഞിട്ട് അത് നിഅമത്താണോ? നിങ്ങൾ ചിന്തിച്ചില്ലേ? എല്ലാരും മരിക്കും, അല്ലാഹുവേ ബാക്കിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. അല്ലാഹുവിന്റെ ഏത് നിഅമത്താ നിങ്ങൾ നിഷേധിക്കുന്നത്? മരണം എങ്ങനെയാ നിഅമത്താകുന്നത്? നിഅമത്താണ് എന്ന് അല്ലാഹു തആല പറയും. എങ്ങനെ നിഅമത്തായി? മരിച്ചെങ്കിലല്ലേ റബ്ബിനെ കാണാൻ പറ്റുള്ളൂ, മരിച്ചെങ്കിലല്ലേ സ്വർഗം കിട്ടുള്ളൂ, മരിച്ചുപോയെങ്കിലല്ലേ അല്ലാഹു തആല അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചത് കിട്ടണമെങ്കിൽ മരിക്കണ്ടേ? മരിച്ചാലല്ലേ മുഅ്മിനിന് പ്രയാസങ്ങളുടെ ലോകത്ത് നിന്ന് സമാധാനത്തിന്റെ ലോകത്തേക്ക് യാത്ര പോകാൻ പറ്റൂ. മരണം ഒരു റഹ്മത്താണ്, നിങ്ങളത് മനസ്സിലാക്കണില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. യാ അല്ലാഹ്, മൻ അഹബ്ബ ലിഖാഅ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ കാണണമെന്ന് അല്ലാഹുവിന്റെ കൊതിയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ കുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ മരണം വെറുപ്പാണല്ലോ നബിയേ, മരിക്കാൻ പേടിയുമാണല്ലോ. അത് കുഴപ്പമാണോ നബിയേ എന്നർത്ഥം അല്ല ആയിഷ, അത് സ്വാഭാവികമാണ്. മരണം മനുഷ്യ പ്രകൃതത്തിൽ മനുഷ്യന് ഇഷ്ടപ്പെടാത്തതാണ്. ഇല്ലാ മാ റഹിമല്ലാഹ്, ചില ആളുകൾക്ക് അത് ഇഷ്ടമാണ്. അതിന് കാത്തിരിക്കുക, എന്നെ റബ്ബ് എപ്പോ കൊണ്ടുപോയാലും ഞാൻ റെഡിയാണ്.
ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. പക്ഷെ സ്വാഭാവികമായും മരണം ആരും ഇഷ്ടപ്പെടൂല. മുസ്ലിമീങ്ങളല്ലാത്ത ഒരു സംസ്കാരത്തിലും മരണാനന്തര ജീവിതം ഒന്നും വേദം അറിയില്ല. കാരണം കേൾക്കാൻ ആരും കിട്ടൂല. മരണാനന്തരമൊക്കെ നമ്മളെ വേദം അറിയുള്ളൂ. ഒരു ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ യുക്തിവാദികൾ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കണമെന്നല്ല. മരണത്തെപ്പറ്റി ആരും ഇഷ്ടപ്പെടുന്നില്ല, ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു സദസ്സിൽ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട്ലി ടോക്ക്, നമ്മളങ്ങനെ സൗഹൃദ സംഭാഷണത്തിൽ പോലും മരണത്തെക്കുറിച്ച് ആരും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് അത് പറയണ്ട, നമുക്ക് മറ്റെന്തെങ്കിലും പറയാം. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദമാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോഴാണ് അവരുടെ പ്രിയപ്പെട്ട ഭാര്യ നിലവിളിച്ച് കരഞ്ഞത്. എന്തിനാണ് പെണ്ണേ നിങ്ങൾ കരയുന്നത്? നാളെ ഞാൻ അഹിബ്ബ, എന്റെ കൂട്ടുകാരെ കാണാൻ പോവാണ്. എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ, എന്റെ ഫ്രണ്ട്സ്, മുഹമ്മദൻ വസഹബ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ അനുയായികളെയും നാളെയല്ലേ ഞാൻ കാണാൻ പോകുന്നത്. ഇന്ന് മരിച്ചാൽ നാളെ അവരുടെ അടുത്തേക്ക് പോവാൻ. പിന്നെ എന്തിന് എനിക്ക് കരച്ചിൽ വരുന്നില്ല. ആര്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, മരണത്തെ സ്വീകരിച്ചതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നത് നിഅമത്തല്ലേ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യാ അല്ലാഹ് ഇസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അവിടെ ജനറൽ ചരിത്രം പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഓരോ ദിവസവും അല്ലാഹുവിന് ശഅൻ, അല്ലാഹു തആല പ്രത്യേകമായ ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 8 പ്രാവശ്യം ആവർത്തിച്ചു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 8 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 8 അല്ലാഹുവിന്റെ നിഅമത്ത് പറഞ്ഞിട്ട് 8 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇനി സനഫറുഗു ലക്കും അയ്യുഹൽ തഖലാൻ. ഓ ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. യാ അല്ലാഹ്, അത് ഭയങ്കര പ്രയോഗമാണ്. സനഫറുഗു ലക്കും. ഫറാഗ്, മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് നിങ്ങളുടെ വിഷയത്തിലേക്ക് ഇടപെടാൻ ഞാനൊന്ന് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഭീഷണിപ്പെടുത്തുന്ന ഭയങ്കരമായ ആ അറബ് ഭാഷക്ക് നമുക്കറിയാൻ പറ്റുമെങ്കിൽ ഈ വാക്കിന്റെ ഗൗരവം, അത് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഖുർആൻ എത്ര പരിഭാഷ വായിച്ചിട്ടും ഖുർആൻ വായിച്ചു എന്ന് പറയാനായിട്ടില്ല. അത് അറബിയിലൂടെ അറിഞ്ഞാലേ ഖുർആനിന്റെ സത്ത കിട്ടുള്ളൂ. അല്ലാത്ത വായിച്ചു എന്ന് പറയാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം. പക്ഷെ ഖുർആൻ എന്താണെന്ന് അത് അറബിയിലാണ്. അത് അങ്ങനെ തന്നെ അറിഞ്ഞാലേ അതിന്റെ ഖുർആനിന്റെ ആ ഒരു ഫോഴ്സ് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان. മഹ്ശറയുടെ വലിയ വലിയ വിഷയങ്ങൾ പറയാൻ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നുകളെ, മനുഷ്യരെ, അല്ലാഹുവിന്റെ ആകാശ ലോകത്തിന്റെ മണ്ഡലങ്ങളെ മുറിച്ചു കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് പോയേക്കും, ഒന്ന് കാണട്ടെ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അല്ലാഹു നൽകുന്ന മഹത്തായ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമല്ല. സ്പേസിക്ക് ചൊവ്വയിലേക്ക് പോകുന്ന കുറിച്ചല്ല ഈ പറയുന്നത്. ഇനിസ്തതഅതും, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ അഖ്താർ, അതിന്റെ എക്സ്ട്രീം എൻഡുകളെ മുറിച്ചു കടക്കാൻ, ഭൗതിക ലോകത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു പോകാൻ, അല്ലെങ്കിൽ ഈ ദൃശ്യലോകത്തിന്റെ അപ്പുറത്തേക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കി. അത് ആർക്കേ കഴിഞ്ഞിട്ടുള്ളൂ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ രാവിൽ 7 ആകാശങ്ങൾ കടന്നു പോകാനും ലൗഹും ഖലമും സിദ്റത്തുൽ മുൻതഹ വരെ പോകാൻ അവസരം കിട്ടിയ ആ മിഅ്റാജ് എന്റെ ഹബീബിനാണ് ഞാൻ ആ സുൽത്താൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കാർക്കും കഴിയൂല. യാ അല്ലാഹ്, അങ്ങനെ ഒരു ബോൾ എറിഞ്ഞ പോലെ തിരിച്ചു വരുന്ന പോലെ ഈ സ്പേസിൽ പോയി തിരിച്ചു വരുന്ന ചെറിയ യാത്രകളാണ്. ഇതൊന്നുമല്ല അഖ്താറുസ് സമാവാത്. ആകാശത്തിന്റെ മണ്ഡലം മുറിച്ചടക്കാൻ പറ്റുമോ? ആകാശം എവിടെയാണ്? നക്ഷത്രങ്ങൾ മുഴുവൻ കിടക്കുന്നത് 1-ാം ആകാശത്തിന്റെ താഴെയാണ്.
അങ്ങനെയെങ്കിൽ ഈ ആകാശം മുറിച്ചടക്കാൻ കഴിയില്ല. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അതിന് ഒരാൾക്കേ കഴിവ് കൊടുത്തിട്ടുള്ളൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അള്ളാഹു ആഖിറത്തിന്റെ ജലാലിയത്തിന്റെ അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ട് 8 പ്രാവശ്യം പറഞ്ഞു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഇവിടെ അല്ല, ഈ ഭാഗം യാ മഅശറ ജിന്നി യുർസലു അലൈകുമാ ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തൻതസിറാൻ. ഷൂട്ടിംഗ് സ്റ്റാറുകളെ കൊണ്ട് അല്ലാഹു തആല ജിന്നുകളെ എറിയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഈ അനുഗ്രഹങ്ങളൊന്നും നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കണോ? നരകത്തെ സംബന്ധിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത് കേട്ടോ. നരകത്തെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. നരകത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എവിടെയാണ് ഈ ജന്നതാനിന്റെ അവിടെ? അതായത് സനഫുറുഗു ലക്കും അയ്യുഹത്തഖലാൻ, വിചാരണ നേരിടാൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് അള്ളാഹുവിന്റെ ജലാലിയത്ത് മനസ്സിലാക്കി തരുന്ന റബ്ബിന്റെ മഹത്വം, അള്ളാഹു ആരാണെന്നും അവിശ്വാസികൾക്ക് വെച്ച ശിക്ഷകളൊക്കെ പറഞ്ഞിട്ട് പറയും ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹിന്റെ ഏത് നിഅമത്താണ് നിങ്ങൾ നിഷേധിക്കുന്നത്? നരകം എങ്ങനെയാണ് നിഅമത്താകുന്നത്? അതെ, സത്യവിശ്വാസിക്കത് അനുഗ്രഹമാണ്. എന്തേ? അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും കിട്ടാൻ പോകുന്ന ശിക്ഷ. ഇവിടെ നീതി കിട്ടാത്ത ആളുകൾക്ക് പരലോകത്ത് നീതി കിട്ടാൻ പോകുന്നുണ്ട്. ആ അറിവ് അള്ളാഹു തരുന്ന അനുഗ്രഹമല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരാളൊരു വഴിക്ക് നടന്നു പോവാന്ന് വിചാരിക്കുക. കുറെ മരങ്ങളൊക്കെ ഉള്ള വഴിയിലൂടെ നടക്കുമ്പോ അവിടെ വലിയൊരു കുഴിയുണ്ട്. ആ കുഴിയുടെ മീതെ ഇലകൾ വെച്ച് മൂടിയിട്ടുണ്ട്. പക്ഷെ നീ പോകുമ്പോ ശ്രദ്ധിക്കണം, ആ കുഴിയിൽ ചവിട്ടാതെ പോയിക്കോ, എന്നാലേ രക്ഷപ്പെടാൻ പറ്റൂ എന്ന് പറയുന്നത് ഈ മനുഷ്യന് കിട്ടുന്ന ഗുഡ് ന്യൂസ് ആണോ അല്ല ബാഡ് ന്യൂസ് ആണോ? ഗുഡ് ന്യൂസ്. അയാൾ വീണ് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും എത്രയോ അനുഗ്രഹമല്ലേ അവിടെ കുഴിയുണ്ട് കേട്ടോ, നീ വീഴല്ലേ എന്ന് കാലേ കൂട്ടി പറഞ്ഞു കൊടുക്കുന്നത്. നരകം വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് അള്ളാഹുവിനനുസരിച്ചോളൂ, നരകത്തിലേക്ക് പോകാതെ രക്ഷപ്പെടാം എന്ന് അള്ളാഹു നരകത്തെക്കുറിച്ച് പറയുന്നത് പോലും ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ. നരകത്തെപ്പറ്റി പറഞ്ഞിട്ട് എത്ര പ്രാവശ്യമാണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ? 7 പ്രാവശ്യം. യാ അല്ലാഹ്, നരകത്തിന്റെ 7 കവാടങ്ങളാണ്. 7 പ്രാവശ്യം പറഞ്ഞു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമാണ്. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അതിൽ ഒരു സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ മുഴുവൻ പറഞ്ഞ് വമിൻ ദൂനിഹിമാ ജന്നതാൻ എന്നതുവരെ 8 പ്രാവശ്യം. സ്വർഗത്തിന്റെ കവാടങ്ങൾ എത്രയാണ്? 8 അബ്വാബ്. സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് 8 കവാടങ്ങളാണ്. ആദ്യത്തെ 2 സ്വർഗം എന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു സ്വർഗത്തെ വിശദീകരിച്ചതിന്റെ ഇടയിൽ മുഴുവൻ പറഞ്ഞത് 8 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ വമിൻ ദൂനിഹിമാ ജന്നതാൻ. അതിന് പുറമെ വേറെയും 2 സ്വർഗങ്ങളുണ്ടെന്ന് വിശദീകരിച്ച് രണ്ടാമത്തെ 4 സ്വർഗങ്ങളാണ് വിവരിക്കുന്നത്. ആദ്യത്തെ 2, ഇനി രണ്ടാമത്തെ 2 സ്വർഗങ്ങൾ. അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ട് അള്ളാഹു 8 പ്രാവശ്യം പറഞ്ഞു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നരകത്തെ പറഞ്ഞപ്പോൾ നരകത്തിന്റെ 8 വാതിലുകളുടെ 7 വാതിലുകളുടെ എണ്ണത്തിനനുസരിച്ച് 7 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതിങ്ങനെ പറഞ്ഞിട്ട് സൂറ അവസാനിക്കുകയാണ്. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന പേര് മഹത്വമുള്ളതാണ്. തബാറക്, അത് വളരെ മഹത്തരമാണ്, അത് ബറക്കത്തുള്ളതാണ്. പേര് പോലും അങ്ങനെയാണ്. ഇത് പറഞ്ഞുകൊണ്ട് സൂറ അവസാനിക്കുകയാണ്. അപ്പോ ഒരുപാട് ആശയങ്ങൾ പരസ്പരം ബന്ധിച്ചു കിടക്കുന്ന ഭയങ്കരമായ ബന്ധങ്ങളുള്ള, ഓരോന്നും വളരെ ഗൗരവത്തിൽ ചിന്തിപ്പിക്കുന്ന ചില ചൂണ്ടുപലകളുമായിട്ടാണ് ഈ സൂറത്തിലെ ഓരോ ആയത്തുകളും കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി